ഖുർആനെ കുറിച്ച് ആധികാരികമായി സലഫി ചിന്താഗതി അനുസരിച്ച് ഉള്ള ക്ലാസ്സുകളാണ് അവിടെ നടക്കുന്നത്. അതിലൊരു പഠിതാവായിരുന്നു ഞാൻ. ക്ലാസ് റിയാഉസ്സാലി എന്നുള്ള ഹദീസ് ഗ്രന്ഥവും അതോടുകൂടി ഖുർആനിൽ നിന്നും ആധികാരികമായ സൂറത്തുകളായ സൂറത്ത് യൂസുഫ്, സൂറത്ത് മുഅ്മിനീൻ, സൂറത്ത് ലുഖ്മാൻ എന്നുള്ള വലിയ വലിയ സൂറത്തുകളെ കുറിച്ച് തന്നെ അവിടെ ആധികാരികമായി പഠനങ്ങൾ നടക്കാറുണ്ട്. ഒരു ദിവസം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത സ്വലാത്തു റജുലി ഫീ ജമാഅത്തിൻ തസീദു അലാ സ്വലാത്തിഹി ഈ സൂക്കിഹി ഓ ബൈത്തിഹി ബിദഅം വഇശ്രീന ദർജ എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിന്റെ ഫളായിലുകൾ വിവരിക്കുന്ന ഈ ഹദീസിനെ കുറിച്ചുള്ള ഒരു വിവരണം നടക്കുന്ന സന്ദർഭത്തിൽ ക്ലാസ്സിൽ നിന്നും ഒരു വിദ്യാർത്ഥി ഉസ്താദിനോട്, കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയോട് ഒരു ചോദ്യം, നമ്മുടെ ഭൂരിപക്ഷം മഹല്ലുകളിലും ഇന്ന് ജമാഅത്ത് സംഘടിപ്പിക്കുന്നത് സുന്നി മുസ്ലിയാക്കന്മാരായതുകൊണ്ട് സുന്നി മുസ്ലിയാക്കന്മാരെ തുടർന്ന് നമസ്കരിച്ചാൽ അത് സ്വഹിയാകുമോ? കാരണം ചോദ്യം വളരെ പ്രസക്തമാണ്. ജമാഅത്ത് നമസ്കാരത്തിന്റെ 27 ഇരട്ടി കൂലി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ സുന്നി മുസ്ലിയാക്കന്മാരെ തുടർന്ന് നമസ്കരിക്കേണ്ടി വരും. കാരണം സലഫി മസ്ജിദ് നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ വളരെയധികം വിരളമാണ്. ഭൂരിപക്ഷം മഹല്ലുകളിലും ഇന്ന് ജമാഅത്ത് നമസ്കാരം സംഘടിപ്പിക്കുന്നത് സുന്നി മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിലാണ്. ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ മൗലവി അതിന് ഉടനെ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു, സുന്നി മുസ്ലിയാക്കന്മാരെ തുടർന്ന് നമസ്കരിക്കാം, അതിലൊരു തെറ്റുമില്ല. അപ്പോൾ ചോദ്യകർത്താവ് വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ്, സുന്നി മുസ്ലിയാക്കന്മാര് തവസ്സുൽ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന മാല മൗലൂദുകൾ വെച്ചുകൊണ്ട് നേർച്ച മറ്റും സംഘടിപ്പിക്കുന്ന സുന്നി മുസ്ലിയാക്കന്മാർ സൃഷ്ടി ചെയ്യുന്നവരല്ലേ? അവർ മുശ്രിക്കുകളല്ലേ? അങ്ങനെയുള്ള മുശ്രിക്കുകളെ തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ? അപ്പോൾ തിരിച്ച് കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറഞ്ഞ പണ്ഡിതന്റെ മറുപടി വീണ്ടും, മുശ്രിക്കുകളെ തുടർന്ന് നമസ്കരിക്കാമോ എന്നല്ല താങ്കളുടെ ചോദ്യം, സുന്നി മുസ്ലിയാക്കന്മാരെ തുടർന്ന് നമസ്കരിക്കാമോ എന്നാണ്. സുന്നി മുസ്ലിയാക്കന്മാരെ തുടർന്ന് നമസ്കരിക്കാം എന്ന ചോദ്യത്തിന് അത് നമസ്കരിക്കാം എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. തുടർന്നതിൽ ഒരു കുഴപ്പമില്ല. അതിന് അദ്ദേഹം തെളിവ് ഉദ്ധരിച്ചു, തെളിവ് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് തെളിവ് ഉദ്ധരിക്കുകയുണ്ടായി. സയ്യിദ് തുർമുദിൽ നിന്നുള്ള ഒരു ഹദീസാണ് അദ്ദേഹം ഉദ്ധരിച്ചത്, സല്ലു ഖൽഫ കുല്ല ഫാസിക്കിൻ, എല്ലാ തമ്മാടികളുടെ പിറകിൽ നിന്ന് നിങ്ങൾ നമസ്കരിച്ചോളൂ എന്നുള്ള ഒരു ഹദീസ് അദ്ദേഹം അതിന് തെളിവ് ഉദ്ധരിക്കുകയുണ്ടായി. എന്നിട്ട് അതിനെ അദ്ദേഹം വിശദീകരിച്ചു, നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ, ഒരു തമ്മാടിയായ മനുഷ്യന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നത് തൃപ്തികരമാണെങ്കിൽ നമസ്കരിക്കാം. ചിലപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ട് ചിലപ്പോൾ നാട്ടിൽ ഒരു തമ്മാടി എന്ന് അറിയപ്പെടുന്ന ആളായിരിക്കും, പക്ഷെ സത്യത്തിൽ അയാൾ തമ്മാടി ആയിക്കോളുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ അതിൽ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ഘട്ടമാകുമ്പോൾ നമസ്കരിക്കാം. വീണ്ടും ഈ ചോദ്യം തന്നെ ചോദ്യകർത്താവ് ആവർത്തിച്ചുകൊണ്ട് പറയാണ്, മുശ്രിക്ക് ആയിട്ടുള്ള ഈ സുന്നി മുസ്ലിയാക്കന്മാർ ബഹുഭൂരിഷം പേരും നേർച്ച മാല മൗലൂദുകളൊക്കെ ചെല്ലുന്നതുകൊണ്ട് അവർ മുശ്രിക്കായില്ലേ? മുശ്രിക്ക് നമസ്കരിക്കാൻ പറ്റുമോ? അപ്പോഴും വ്യക്തമായിട്ട് അദ്ദേഹം മറുപടി പറയാണ്, മുശ്രിക്കിനെ നമസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യമെങ്കിൽ പറ്റില്ല. അതേസമയം സുന്നി മുസ്ലിയാക്കന്മാരെ തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ പറ്റും. അതിന് അദ്ദേഹം ഈ ഹദീസ് തെളിവ് പറഞ്ഞു. ഈ സമയത്ത് ഞാനിതൊക്കെ ശ്രമിച്ചുകൊണ്ട് അതിൽ സാക്ഷിയായിരുന്നു. ഇത് എന്നെ മാനസികമായിട്ട് വളരെയധികം ആഴത്തിൽ സ്പർശിച്ച ഒരു വിഷയമായിരുന്നു. അതുവരെ സുന്നത്ത് ജമാഅത്തിന്റെ പല പണ്ഡിതന്മാരോടും പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ സംഘടിപ്പിക്കുകയും അതിനൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്ത എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സുന്നികൾ ഇന്ന് ചെയ്യുന്ന തവസ്സുൽ ഇസ്തിഗാസ ശിർക്കാണെന്ന് ഹദീസും ഖുർആനും ഓതിയിട്ട് നമ്മുടെ ആ പരിസരത്ത് മുഴുവൻ, കണ്ണൂർ ഏരിയ ആ ഭാഗത്ത് മുഴുവൻ പല മഹല്ലുകളിലെ കത്തീവുമാരുമായിട്ടും പദപരിപാലനം സംഘടിപ്പിച്ചുകൊണ്ട് സമത്തിൽ വരുന്ന പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ആഴത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ
അതിൽ ഒരു പുതുമയും. കാരണം ഞാൻ അങ്ങനെ അതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചു. ഈ സംഭവം കഴിഞ്ഞു ഒരു 1-2 ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ അടുത്ത പ്രദേശമായ പഴയങ്ങാടി സലഫി മസ്ജിദിൽ അബ്ദുൽ ഹക്ക് സുല്ലമി ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കെ സദസ്സിൽ നിന്നും ഇതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് വേറൊരു വ്യക്തി. സുന്നി മുസ്ലിയാക്കന്മാരെ തുടർന്ന് നമസ്കരിക്കാമോ? അപ്പോൾ ആധികാരികമായ അദ്ദേഹത്തിന്റെ ഫത്വ വരികയാണ്, പരമാവധി തുടർന്ന് നമസ്കരിക്കാതിരിക്കലാണ് ഉത്തമം. അപ്പൊ എന്താ നമ്മൾക്ക് അതിൽ മനസ്സിലാവുന്നത്? മുഖ്യഘട്ടത്തിൽ തുടർന്ന് നമസ്കരിക്കാം, പരമാവധി ഒഴിവാക്കലാണ് ഉത്തമം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മുജാഹിദ് പ്രസ്ഥാനം അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ കൂടിയും കാസറ്റുകൾ കൂടിയും പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളിൽ കൂടിയും ആധികാരികമായിട്ട് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിത സമൂഹം അടങ്ങുന്ന ബഹുഭൂരിപക്ഷം സുന്നികളും ശിർക്ക് ചെയ്യുന്നു, അവരുടെ വിശ്വാസം ശിർക്ക് കലർന്നതാണ് എന്ന് അവർ വ്യക്തമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കെ ഇത് വിശ്വസിച്ചുകൊണ്ട് അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന നമ്മെ പോലെയുള്ള പ്രവർത്തകരുടെയും വിശ്വാസം അതുതന്നെയാണ്. ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികള് ശിർക്ക് ചെയ്യുന്നവരാണ്. തവസ്സുൽ ഇസ്തിഗാസ അംഗീകരിക്കുന്ന അവരൊക്കെ ശിർക്ക് ചെയ്യുന്നതോടുകൂടി അവരൊക്കെ മുശ്രിക്ക് അയക്കുന്നു. അവരെ തുടർന്ന് നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാകില്ല. ഇനി എന്റെ തന്നെ അനുഭവം പറയാം. മുഖ്യഘട്ടത്തിൽ ഞാൻ സുന്നി പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി ഇമാമിനെ തുടർന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ചെയ്യാറ്, ഇമാമിനെ തുടർന്നു എന്നുള്ള നിയത്ത് വെക്കാതെ ഇമാമിന്റെ കൂടെ നമസ്കരിച്ചിട്ടുണ്ട്. തൃപ്തി വരാത്ത ചില നമസ്കാരങ്ങൾ ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് മടക്കി നമസ്കരിച്ചിട്ടുമുണ്ട്. അത്രത്തോളം ഞാൻ ഒരിക്കലും ഒരു സുന്നി മുസ്ലിംമാരും തുടർന്ന് നമസ്കരിച്ചിരുന്നില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ മഹല്ലുകളിൽ ചിലപ്പോൾ ഇവിടെ ആശയം ഉൾക്കൊള്ളാത്ത ചില ആളുകൾ സുന്നി മുസ്ലിംമാരെ തുടർന്ന് നമസ്കരിക്കുന്ന ഉണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കലും ഒരു സലഫി ആദർശം, അതായത് KNM-ന്റെ ആധികാരികമായിട്ടുള്ള അവരുടെ ആദർശം ഉൾക്കൊണ്ട ഒരൊറ്റ വ്യക്തിയും ഇന്ന് നിലവിലുള്ള ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പണ്ഡിതനും തുടർന്ന് നമസ്കരിക്കൂല. കാരണം ഒരു മുശ്രിക്കിനെ തുടർന്ന് നമസ്കരിച്ചാൽ നമ്മുടെ നമസ്കാരം ശരിയാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് നമസ്കരിക്കുന്ന ഒരു പ്രശ്നം തന്നെ അവിടെ ഉദിക്കുന്നില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, KV അബ്ദുൽ ലത്തീഫ് മൗലവി അതുപോലെ അബ്ദുൽ ഹക്ക് സുല്ലമി എന്നുള്ള അവരുടെ ആധികാരികമായ 2 പണ്ഡിതന്മാരുടെ ഫത്വയാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. ഒരാൾ ഫാസിക്ക് എന്നുള്ള നിലക്ക് തുടർന്ന് നമസ്കരിക്കാമെന്നും ഒരാൾ പരമാവധി തുടർന്ന് നമസ്കരിക്കാണ് ഉത്തമം, പക്ഷെ മുഖ്യഘട്ടത്തിലാവാം എന്നും. ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? സത്യത്തിൽ ഉസൈം പൂരി പറഞ്ഞ പോലെ ഒരു ശിർക്ക് ആരോപണമാണോ ഈ നടക്കുന്നതെന്ന് മാറ്റുമേലൊരു സംശയം വന്നു. അങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് അവരുടെ പണ്ഡിത ഗ്രന്ഥങ്ങളിലും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നമ്മുടെ അടുത്തുള്ള തന്നെ ഒരുപാട് ഹുസൈൻ ദാരിമി, അതുപോലെ അബ്ദുൽ അസീസ് ബാക്കവി മുതലായ ഒരുപാട് പണ്ഡിതന്മാരായിട്ട് ഞാൻ ബന്ധപ്പെടുകയും അവരൊക്കെ ആയിട്ട് ആധികാരികമായിട്ട് ചർച്ച നടത്തിയിട്ട് സുന്നത്ത് ജമാഅത്തിനെ കുറിച്ചിട്ട് ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ സത്യത്തിൽ ഇന്ന് KNM കേരളത്തില് സുന്നി സമൂഹത്തിന് മേലെ ശിർക്ക് വച്ച് കെട്ടുകയാണ്. അത് ആരോപിക്കുക മാത്രമാണ്. അതിൽ ഖുർആനിലും ഹദീസിലും വ്യക്തമായിട്ട് ഒരു തെളിവും ഇന്നേ വരെ അവർക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നത്. ഈ വാദം ആദ്യമായിട്ട് ഉടലെടുക്കുന്നത് ഇബ്നു തൈമിയ എന്ന് പറയുന്ന 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതനാണ് തവസ്സുൽ ഇസ്തിഗാസ ശിർക്കാണെന്ന് പറയുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് അതിനുശേഷമുള്ള പണ്ഡിതന്മാർക്ക് ആ വാദം ഉണ്ടായിരുന്നില്ല. 1100-ൽ നജിദിൽ ജനിച്ച ഇബ്നു അബ്ദുൽ വഹാബാണ് അദ്ദേഹത്തിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സൗദിയിലെ അന്നത്തെ മദ്ഹബി പണ്ഡിതരായ സൈനി ദഹ്ലാൻ അടക്കമുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും മദ്ഹബി വിശ്വാസികളായ മുഴുവൻ മുസ്ലിമീങ്ങളും കുഫാറുകൾ എന്നുകൊണ്ട് അദ്ദേഹം ഫത്വ ചെയ്യുകയും അവരുടെ രക്തം ചിന്തൽ ഹലാലാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരായിട്ട് യുദ്ധം നയിക്കുകയും ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ മക്കത്തും മദീനത്തും തായിഫിലും കൂട്ടക്കൊല ചെയ്തുകൊണ്ടാണ് വഹാബിസം സ്ഥാപിച്ചെടുക്കുന്നത്. ആ വഹാബിസത്തിന്റെ പതിപ്പാണ് കേരള നെതുവത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വ്യക്തമായി എവിടുന്നാണ് ഇതിന്റെ പേര് ഞാൻ പറയണം, ഇബ്നു തൈമിയ ഇന്ന് വഴി ഇബ്നു അബ്ദുൽ വഹാബ് വഴിയാണ് ഇത് ലോകത്ത് പ്രചരിക്കുന്നത്. വഹാബി ആശയങ്ങളെ